പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് ചെങ്കോട്ട പ്രശ്നത്തില് സർപ്രൈസ് ഞാൻ ഈ GST കൗൺസിൽ യോഗത്തിന് GSTയുടെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗത്തിന് വന്നതാണ്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗത്തിൽ ഈ റേറ്റ് റിവിഷൻ സംബന്ധിച്ചുള്ള ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗമാണ്. അവിടെ ഇന്ന് കുറേ അജണ്ട ചർച്ച ചെയ്തത്, കുറേയേറെ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തയ്യാറാക്കി തന്നതാണ്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് സാധാരണ ചർച്ച ചെയ്ത് വെച്ച കാര്യങ്ങളല്ല, അല്ലാതൊരു ലിസ്റ്റായിരുന്നു. അപ്പോൾ അത് വിശദമായിട്ട് ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. കാരണം അന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് നേരെ GST കൗൺസിലിൽ പോയി ചർച്ച ചെയ്യേണ്ടത്. ഒരു കാര്യം മാത്രമേ നമ്മൾ പല സ്റ്റേറ്റുകളും പറഞ്ഞുള്ളൂ, ഈ ജനങ്ങൾക്ക് ടാക്സ് കുറയുന്നത് ഒരു നല്ല കാര്യമാണ്, സർപ്രൈസായിട്ട് അവർക്ക് കുറയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഈ ടാക്സ് കുറച്ച് കഴിഞ്ഞ അനുഭവങ്ങളിലെല്ലാം ഞങ്ങൾ കേരള ഗവൺമെൻറ് ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. വലിയ തോതിൽ ടാക്സ് കുറഞ്ഞു, നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് കുറഞ്ഞു, അതുവഴി ജനങ്ങൾക്ക് കിട്ടാനുള്ള മറ്റ് പ്രവർത്തനത്തിന് പണം കുറഞ്ഞു. പക്ഷേ ആ നികുതി കുറഞ്ഞതിൻ്റെ വില കുറയണമല്ലോ, വില കുറയുന്നത് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടില്ല. സ്റ്റഡി നടത്തിയിട്ടാണ് ആ ആനുകൂല്യം. അതായത് 10,000 രൂപയുടെ സാധനത്തിന് 10% നികുതി കുറച്ചാൽ 1000 രൂപയുടെ കുറവ് വരണം. അത് വന്നിട്ടേ ഇല്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, സ്റ്റഡി നടത്തിയിട്ടാണ്. അപ്പം ഫലത്തിലിത് കസ്റ്റമേഴ്സിന് കിട്ടാതെ ഈ കമ്പനികൾ ലാഭം എടുക്കുക എന്നുള്ളതാണ് അനുഭവം. ഇപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിൽ കമ്പനികളുടെ എല്ലാം ഷെയർ വില കൂടി വലിയ തോന്നി. ഇത് ഒരു ഇൻ്റർനാഷണലിലും പുറത്തുനിന്ന് വരുന്ന ബിസിനസ്സിനൊക്കെ താല്പര്യമുള്ളതാണ് ഇവിടുത്തെ കുറച്ചുകൂടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടുണ്ടാവും, അതുണ്ടായിക്കോട്ടെ. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വലിയ തോതിലുള്ള നഷ്ടം വരും, കേന്ദ്ര ഗവൺമെൻറ് വരും. കേന്ദ്ര ഗവൺമെൻറ് നഷ്ടം വന്നാൽ അവർക്ക് മറ്റു പലതരത്തിലും വഴിയുണ്ട് പണം കിട്ടാൻ. ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് മാത്രം ലാഭം 1.5 ലക്ഷം കോടിയും മറ്റുമാണ് കഴിഞ്ഞ വർഷം കിട്ടിയ ഡിവിഡൻഡ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും വരുമാനം കുറയപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വരുമാനം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ GST കൗൺസിൽ ചർച്ച ചെയ്യാം. ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ കാര്യത്തിലൂടെയൊക്കെ അത് പിരിഞ്ഞത്. അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു കാര്യമായിട്ടുള്ള മീറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. എവിടെ ഡേറ്റ് ആയിട്ടില്ല, മിക്കവാറും ഈ സെപ്റ്റംബർ 2nd വീക്കിനുള്ളിൽ കാണുമായിരിക്കും. ഓക്കെ. അല്ല, അത് അവിടെ നോക്കണം, ഞാനിവിടെ ആയിരുന്നു. അത് നോക്കണം. എന്തായാലും അത്തരം കാര്യങ്ങൾ കേരള ജനത തന്നെ മനസ്സിലാക്കിക്കൊള്ളുമല്ലോ. അത് നല്ല കാര്യമാണെന്ന് ആരും പറയത്തില്ലല്ലോ, നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. അതെന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്, ആ ജനം നോക്കും. അതിനകത്തിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും പറയേണ്ടത് അത് കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടതാണ്, ആ ആളുകൾ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കേരളത്തിന് തന്നെ ഒരു അഭിമാനകരമായ കാര്യമില്ല, അവമാനകരമായ കാര്യം. അതിനകത്ത് കൂടുതൽ ചർച്ചയുടെ കാര്യമില്ല. അതൊക്കെ